എത്ര പെട്ടെന്നല്ലേ ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ ഞാൻ മനുവിനോട് പറഞ്ഞോളൂ, മനു, രേണുസുതി ഒരുപാട് മാറിപ്പോയല്ലേ. കാരണം മീഡിയയുടെ മുന്നിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും വളരെയധികം സൂക്ഷിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പഴയതുപോലെ എടുത്തുചാടി ഒന്നും വിളിച്ചു പറയുന്നില്ല. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോറിൻ ട്രിപ്പുകൾ, ഫോറിൻ കൺട്രീസിൽ ഇനാഗുറേഷൻസിന് പോകുന്നു, പ്രമോഷന് പോകുന്നു. അങ്ങനെ അവരുടെ ലൈഫ് മാറി എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സംസാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കും നമ്മളെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും. ഇന്ന് സംസാരിക്കാനുള്ളത് ആ വീഡിയോയെക്കുറിച്ചും രേണുസുതിയും അല്ലെങ്കിൽ ആ വീഡിയോയും കാരണം ഒരു മനുഷ്യൻ നേരിടുന്ന പുലിവാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് നിൽക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. രേണുസുതിയുടെ സുതിലയമാണ് ഇന്നത്തെ വിഷയം. എന്തുകൊണ്ടാണ് ഈ സുതിലയം ഇന്ന് ഒരു ടോപ്പിക്കായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് സുതിലയം എൻ്റെ ഫ്രണ്ടൊക്കെ പൊളിഞ്ഞിട്ട് അത് വെച്ചു കൊടുത്ത KHFDCയുടെ ചെയർമാൻ ഫിറോസ് അദ്ദേഹം വന്നിട്ട് അത് നോക്കുകയും അത്യാവശ്യം പണിയൊക്കെ ചെയ്തു കൊടുത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് രേണുസുതിയുടെ കയ്യിൽ കാശില്ലെന്ന് പറയാം. അതായത് ഈ പറയുന്ന ആൽബത്തിൽ അഭിനയിക്കുന്നതും അങ്ങനെയുള്ള അഭിനയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നു, അത്യാവശ്യം ഫെയിമായി, അത്യാവശ്യം കാശായി. രേണു തന്നെ എയർപോർട്ട് വെച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പണ്ട് ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് PR കൊടുക്കാൻ കാശില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം PR, ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ PR കൊടുത്ത് പോയേനെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ രേണുസുതിക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല മസ്താനിയുടെ ഒരു ഇൻ്റർവ്യൂക്കകത്തും രേണു പറയുന്നുണ്ട്, കോടികളില്ലെങ്കിലും അക്കൗണ്ടിൽ ലക്ഷങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ വിഷയം ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ലേഡി ബിഗ് ബോസ് എന്ന് സ്വയം അവരോധിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ഷാരിക KB. ഷാരികയുടെ ചാനലിൽ ഇവരുടെ ഒരു ചിറ്റ് ചാറ്റ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രോഗ്രാം. ഈ ബിഗ് ബോസ് ഹൗസിലെ വിശേഷം പങ്കുവയ്ക്കുമ്പോൾ അത് മാത്രം അങ്ങോട്ട് പങ്കുവെച്ചാൽ പോരെ. അവിടെ വന്നിരുന്നിട്ട് ഈ രേണുസുതിക്ക് ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്ത വീട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്ത വീട്, സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി. രേണുസുതിക്കല്ല, മക്കൾക്ക് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി, വീട് ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തു. നമ്മൾ ഈ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല. ഇപ്പോൾ ഒരു വീട് അതിപ്പോൾ എത്ര വർഷമായിട്ട്, 1 വർഷമോ 2 വർഷമോ, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നൊരു കടമയുണ്ട് അതിൽ അകത്ത് താമസിക്കുന്നവർക്ക്. ഇപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിനകത്ത് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് അപ്പോൾ തീർത്ത് പോകാമെന്നുള്ളതാണ്. അത് ദാനം കിട്ടിയതാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് തന്നതാണെങ്കിൽ അവരോട് നന്ദിയോടെ, അവരെ തെറി പറയല്ലേ വേണ്ടത്, നന്ദിയോടെ ഓർക്കുക വേണ്ടത്. അവിടെ എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അവർ വെച്ച് തന്നല്ലേ, നമുക്കിത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുക വേണ്ടത്. അല്ലാണ്ട് ഇപ്പോഴും വീണ്ടും ഈ സുതിലയം ഒരു ചർച്ചാ വിഷയമാവുന്നത് അങ്ങനെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഷാരിക KBയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഷാരിക പറയുന്നത് അട്ടർ നോൺസെൻസ് ആണ്. കാരണം അവിടെ ആ വീട് ഇപ്പോൾ 1-1.5 വർഷമായി വെച്ചിട്ട് അതിനകത്ത് ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ്. ഫിറോസൊക്കെ അന്ന് വന്ന് പറയണ്ടായിരുന്നു, അവരുടെ ഭാഗത്ത് വന്ന് ചെറിയൊരു പാളിച്ച എന്തോ പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അത് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാതെയാണ്, അതിൻ്റെ പുറം ഭാഗം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ അത് മുഴുവൻ പൊളിയാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് അവർ കാത്തിരിക്കുന്നത്. എന്തുദ്ദേശിച്ചാണ് ഷാരിക ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുന്നത്? ഷാരികയ്ക്ക് വേണ്ടത് ചാനലിൻ്റെ റീച്ചാണ്, കോൺട്രവേഴ്സീസ് ആണ്. സോ അതിന് വേണ്ടി പറയുന്ന പോലെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. നമുക്ക് കാര്യം ചെയ്യാം, ഷാരികയ്ക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് ഫിറോസിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാനുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ അതിന്റെ വീട് ഞാൻ കണ്ടു കേട്ടോ. വന്ന് നമ്മുടെ ആ ഒരു നല്ലൊരു റബ്ബർ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത് നമുക്ക് സംരക്ഷണം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും രേണു നേരത്തെ ഇതൊരു വിവാദമായൊരു സാധനമാണ്, അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ദൂരെ നിന്ന് ഈ വീട് കാണുമ്പോൾ ഞങ്ങൾ കുറെ പ്രാവശ്യം ഈ വീട് കണ്ടിട്ടുണ്ട്. പുറത്ത് കണ്ടായിരുന്നു. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞത്, എടാ ഇത് രേണു പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, അവിടെ ഇവിടെയും പൊടിഞ്ഞു. ഇത് എത്ര വർഷമായി ചേച്ചി എന്ന് എന്നോട് ചോദിച്ചവര്. ഞാൻ പറയണ ഇത് 2-3 വർഷമായിരിക്കും. എന്നോട് ചോദിച്ചപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഒരു വീട്, 1 വർഷമായ വീട് നിൽക്കുന്നത് പോലെ. എന്റെ വീട് ഇതിനേക്കാളും നല്ല പഴക്കമുള്ള വീടാണ് എന്റേത്. 4 നൂറ്റാണ്ട് പഴക്കമാണ് എന്റെ വീടിന്. 10-20 വർഷമായ 25 വർഷത്തോളം മേളില എന്റെ വീട് വെച്ചിട്ട്. അതിനില്ല ഇത്രയും കേടുപാടുകൾ. ശാന്തി 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 അല്ല, അപ്പൊ അത് ആ അഭിനയം കണ്ടോ, ശാന്തി ശാന്തി ശാന്തി. രേണു, നിങ്ങളോട് സത്യം പറയാമല്ലോ, ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയതാണ്. നിങ്ങൾ ആ ബിഗ് ബോസിൽ റീ എൻട്രി ഒക്കെ ചെയ്ത് നിങ്ങൾ അത്യാവശ്യം ഇനാഗുറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കണ്ടപ്പോൾ അനാവശ്യ സംസാരമൊക്കെ ഒഴിവാക്കി കണ്ടപ്പോഴേക്കും എവിടെയോ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്ന് തോന്നിപ്പോയി. പക്ഷേ അത് തെറ്റി, നിങ്ങൾ തന്നെ തെറ്റിക്കുകയാണ്. ഇത് നിങ്ങൾ പറയിപ്പിച്ചതല്ലെന്ന് പറയാൻ പറ്റുമോ? ഷാരികയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനം അല്ലല്ലോ ഇത്. ഈ ഒരു ടോപ്പിക്ക് വരണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് സംസാരിച്ച വിഷയമാണ്. രേണുവിനൊരു വാക്ക് പറയാം. രേണു ബിഗ് ബോസിനകത്ത് എനിക്ക് തോന്നുന്നു അനുമോളാണെന്ന് തോന്നുന്നു, രേണുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വീടിൻ്റെ ഒരു വിവാദം ഉണ്ടായിട്ടുള്ളൂ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രേണു പറഞ്ഞത് അത് കുഴപ്പമില്ല, അതൊക്കെ അവർ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു.
എൻ്റെ ഇവിടെ രേണുവിനത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇത് വിവാദമാക്കണം. നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു സംരംഭത്തെയാണ്, ഒരു മനുഷ്യനുണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയാണ്. നമുക്കൊരാൾ ദാനമായിട്ടൊരു സാധനം തരുമ്പോൾ അവനെ തിരിഞ്ഞു നിന്നിട്ട് തെറി പറയല്ല വേണ്ടത്. അതിൻ്റെ കേടുപാടുകളുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ആസ്തി അല്ലെങ്കിൽ തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അത് ചെയ്തിട്ടാണ് നിങ്ങളിത് പറയുന്നതെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സുണ്ടായിരുന്നു. അപ്പം ഇനിയും അവർ നിങ്ങളുടെ പുറകെ നടന്നിട്ട് ഇത് ചെയ്തു തരണമെന്ന് പറയുന്നതിന് എനിക്ക് ആ വാക്ക് പറയാൻ വയ്യ. മനസ്സിലായോ? വളരെ മോശമാണ് കാണിക്കുന്നത്, വളരെ മോശം. അതിൽ കൂട്ടി നിൽക്കാൻ ഇതുപോലത്തെ ഒരു സാധനവും ഇറ്റ്സ് അട്ടർ നോൺസെൻസ്. ബാക്കി കേൾക്കാം. നമ്മൾ ആരെ ഇവിടെ അനിക്കാനോ അല്ലെങ്കിൽ ഞാനിപ്പോ രേണുവിന്റെ സുഹൃത്ത്, നിങ്ങൾക്കറിയാം ഞാനും രേണു എങ്ങനെയാണ് ഈ സംസാരം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് എന്നോട് ഒരു കണ്ടസ്റ്റന്റ് ഇതിനെപ്പറ്റി ചോദിച്ചു, എന്താണ് വീട് പണിത് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ല, അത് പുറത്ത് സംസാരിക്കണം, അകത്ത് സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ പറയുന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും ആരും അകത്ത് സംസാരിച്ചിട്ടില്ല. എല്ലാവരും മറ്റേ പുണ്യാത്മാക്കളാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. പുറത്തെ കാര്യങ്ങൾ, പുറത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. എന്തോ ഒരു പുണ്യാത്മാവാണ് ശാരിക, എൻ്റെ പൊന്നോ. പിന്നെ ഇത് ആരും ഹനിക്കാൻ വേണ്ടിയല്ല. പിന്നെ നിങ്ങളോട് എന്താ പറയുന്നത്? ആരും ഹനിക്കാൻ വേണ്ടിയല്ലേ? ഒരു മനുഷ്യൻ അയാളുടെ അധ്വാനത്തിൽ നിന്നും അയാളുടെ കൂട്ടായ്മയിൽ നിന്നും കാശെടുത്ത് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പോരായ്മകൾ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചു. അത് അവർ അക്സെപ്റ്റ് ചെയ്തു, അവരതൊന്ന് കുറേയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. വീണ്ടും കാലങ്ങൾക്ക് ശേഷം അത് അവിടെ പൊളിഞ്ഞു ഇവിടെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ നാണമില്ല പറയാനായിട്ട്? നാണമില്ലേ? ഞാൻ പിന്നെ പറയാം കണ്ടസ്റ്റന്റ് ആരാണ് നീ ഉണ്ടെന്ന്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അത് തട്ടി മാറ്റി കഥ വിഷയം പറഞ്ഞു, അത് അവരെല്ലാം ക്ലിയർ ചെയ്ത് തന്നു എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്തു. ആണല്ലോ, അന്ന് അവിടെ അത് കട്ട് ചെയ്ത് വിട്ട രേണുവിന് എന്താ ഇവിടെ കട്ട് ചെയ്ത് വിടാൻ പറ്റാത്തപ്പം രേണുവിന് വീണ്ടും വിവാദത്തിലേക്ക് ഇറങ്ങണം. രേണു വെറും രേഷ്മ തങ്കച്ചനായിട്ട് മാറി. ഞാൻ രേണുവിന് ഒന്നും പറയേണ്ട, ആള് നന്നായല്ലോ എന്ന് വിചാരിച്ച് വിട്ട കേസാണ്. പക്ഷെ ഇത് കണ്ടിട്ട് പറയാതിരിക്കാൻ വയ്യ. ഒരു മനുഷ്യൻ്റെ അധ്വാനം, ആ മനുഷ്യൻ്റെ കഷ്ടപ്പാട്, ആ മനുഷ്യൻ ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് ഈ ഒരു ഒറ്റ സ്ത്രീ നശിപ്പിച്ചു. അതിന് കൂട്ടി നിൽക്കാൻ ശാരികയെ പോലുള്ളൊരു മാധ്യമപ്രവർത്തകമെന്ന് ഞാൻ പറയില്ല, കൂട്ടുകാരിക്ക് വേണ്ടി മദർ തെരേസ ആവുന്നത്. ഇത് വെറും ചീപ്പ് ഷോ ആണ്, വെറും ചീപ്പ് ഷോ ഈ കാണിക്കുന്നത്. അതെ, അത് രേണു നല്ല മനസ്സിൽ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഒരു വീട് എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടും എനിക്കത് ഫീൽ ഞാൻ പറഞ്ഞിട്ടല്ലോ. ഇല്ല, രേണു പറഞ്ഞിട്ടല്ല. വേണമെങ്കിൽ ഇതിന്റെ ലൈവ് നമുക്ക് ലൈവിനത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ, രേണു പറഞ്ഞിട്ടേ അല്ല, രേണു പറഞ്ഞിട്ടേ ഇല്ല. ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ശാരിക ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഇത് സംപ്രേഷണം ചെയ്യാൻ പറ്റുന്നതാണോ? പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുതായിരുന്നു. നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അധ്വാനത്തെയാണ്. നിങ്ങൾക്ക് അവരെ പേഴ്സണലി വിളിച്ച് അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് നോക്കി റെഡിയാക്കി തരാമോ എന്ന് പറയാമായിരുന്നു. നിങ്ങൾ അതല്ല ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അങ്ങ് തുറന്നടിക്കണം, അതുവഴി റീച്ച് ഉണ്ടാക്കണം. കഷ്ടമാണ്, വളരെ കഷ്ടം. ഓപ്ഷൻ ഇല്ല. ഇത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ എന്റെ നിലപാടുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ എനിക്ക് ആരെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ രേണുവിനെ ഇന്റർവ്യൂ ചെയ്തത് നെഗറ്റീവിലൂടെയാണ്. അവരെ ഇന്റർവ്യൂ ചെയ്തതിന്റെ പേരിലും അവരെ അനുകൂലിച്ചതിന്റെ പേരിലും തെറിയേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ രേണുവിന്റെ PR ആയിട്ട് വന്നിരിക്കും. രേണു ഇപ്പൊ കളിയിലില്ല, കണ്ടസ്റ്റന്റ് അല്ല, ഞാനും കണ്ടസ്റ്റന്റ്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിന്റെ പേര് PR ചെയ്യേണ്ട കാര്യമില്ല. ആരും PR ചെയ്തിട്ടല്ല രേണു ഇന്റർവ്യൂവിനോ ബഹറിലോ ദുബായിലോ റാസൽ ഖൈമയിലോ ഖത്തറിലോ ഒക്കെ പോകുന്നത്. അവരുടെ സ്വന്തം കഴിവുണ്ട്. പക്ഷെ ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്ക് അതിനിടയിൽ കൂടിയും PR നെട്ട് ഉണ്ടാക്കുകയാണ്. ലേശ ഒളുപ്പാവാം, ഒരു ഇച്ചിരിയെങ്കിലും. പിന്നെ ഇത്രയും ഘോരഘോരം വാദിക്കുന്ന ശാരിക എന്തേ പണി കൊടുക്കാത്തത്? പറ്റുമോ? ചലഞ്ച് ചെയ്യാണ്. ശാരിക ചെയ്തു കൊടുക്കുമോ അവരുടെ കേടുപാടുകൾ? വലിയ വീരവാദം അടിക്കുന്നുണ്ടല്ലോ, ചെയ്ത് കാണിക്ക്. രേണുസുതി ഇപ്പോഴാണല്ലോ രേണുസുതി ആയത്. ഇതിന് മുന്നേ രേണുസുതി ഉണ്ടായിരുന്നു. അന്ന് ശാരിക എവിടെ പോയിരുന്നു? അന്ന് ആ പള്ളിയിൽ അച്ഛനും ഈ പറയുന്ന ഫിറോസിക്കേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവരെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. നിങ്ങളെവിടെ പോയിരുന്നു? ഇപ്പം വന്നിട്ട് രേണുസുതി എൻ്റെ ചങ്കെടുപ്പാണ്, മാങ്ങയാണ്, മറ്റതാണ്. അന്ന് എവിടെ പോയിരുന്നു? എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാനിപ്പോ ഇവിടെ ആരോടും, ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്. ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തൊരാള് ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിലോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞാൽ അന്തസ് വേണം. മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന ഇളിച്ചങ്ങ് മറിയാണല്ലോ. ഒരു വീടാവുമ്പോൾ പണികൾക്കിടയിൽ അറ്റകുറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർക്കാൻ പറ്റും. തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. അത് രമ്യമായിട്ട് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളിങ്ങനെ പബ്ലിക്കലി വലിച്ചഴിച്ച് ഒരു വ്യക്തിയുടെ ബിസിനസ് സംരംഭത്തെ തന്നെ നശിപ്പിക്കുന്ന ലെവലിൽ ആക്കി മാറ്റി. ഓൾറെഡി അങ്ങനെ ആക്കി അയാളിപ്പം കുത്തുപാല എടുക്കേണ്ട ഒരു അവസ്ഥ. അയാൾ ഇനി തെണ്ടാൻ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നിർത്തത്തുള്ളൂ. ഇത് പൈസ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. ഇപ്പം അത്യാവശ്യം കാശുണ്ടല്ലോ, പല്ല് മറ്റേ സ്മൈൽ തെറാപ്പി ചെയ്യാനും മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ കാശുണ്ടല്ലോ. അവനവൻ്റെ കിടക്കുന്ന കിടപ്പാടം വീട് ദാനം കിട്ടിയതാണെങ്കിലും അവിടെ ഒരു അറ്റകുറ്റ പണി വരുമ്പോൾ അത് ചെയ്യാൻ കാശില്ലേ? കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്?
പറഞ്ഞു വന്നപ്പോൾ അകത്തെ വൃത്തി അത് ഇത് ഇല്ല അകത്ത് നീറ്റായിട്ടൊക്കെ എന്തിനാണ് ഇട്ടേക്കുന്നത്. ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വില പോയാലോ, ഈ നീറ്റ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ വില പോയാലോ, അതുകൊണ്ട് കാണിക്കത്തില്ല. നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്, പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്, ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരെ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു ആഴ്ച 2 ആഴ്ചയോളം നാട്ടിലുള്ള ആൾക്കാരുടെ എല്ലാം വീടുകളിൽ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ കൊണ്ട് കമഴ്ത്തി കൊടുത്തിട്ടാണല്ലോ അവർ ജീവിക്കുന്നത്. ലേശ അന്തസ് കാണിക്കുക, അന്തസ്. ഉളുപ്പില്ലായ്മയ്ക്ക് പര്യായം ശാരിക KB അങ്ങനെ പറയേണ്ടി വരും. കൂടെ ഇരുന്ന് ചിരിക്കാൻ രേണു. കഷ്ടം തന്നെയാണ്, കഷ്ടം. ഇനി ഫിറോസിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കാണാം, എന്നിട്ട് ഞാൻ ആ കാര്യം പറയാം. നമുക്ക് ഫിറോസിക്കയുടെ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതൊന്നും വിട്ട കാര്യമാണ്. ഞങ്ങൾ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും അറിയില്ല. രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത്. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മാത്രം. പക്ഷേ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് ഒരു പക്ഷേ സഹകരിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാർത്തി തന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതിൽ അവർ വിജയിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയുന്നത് വെച്ചാൽ രേണുവിനെയും കുടുംബത്തിനെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ ഒരു വീടുണ്ടാക്കി കൊടുത്തു. ആ വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്ന രീതിയിലല്ല ഇതിനകത്ത് നിന്നത്. പക്ഷേ സുരാജ് വഞ്ഞാറമൂട്, അതേപോലെ സുരേഷ് ഗോപി, അതേപോലെ ഫ്ലവേഴ്സ്, ഇവരൊക്കെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്. ഇവർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കേട്ടല്ലോ. അതായത് ഒരു സന്മനസ് കാണിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിയും ഒരു കൂട്ടായ്മയും നേരിടേണ്ടി വന്ന അവസ്ഥയാണ് ഫിറോസിക്ക പറയുന്നത്. എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹം ഒരു തീരുമാനമെടുത്തത് ഇനി ആർക്കും അറിഞ്ഞോ അറിയാതെയോ ഒരു സഹായം ചെയ്യില്ല എന്ന് വരെയാണ്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി കാരണം, അല്ലെങ്കിൽ അവരുടെ കൂടെ മൂടുതാങ്ങികളായിട്ട് നടക്കുന്ന കുറേ ആളുകൾ കാരണം ഒരു മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കേണ്ട ആ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് തോന്നിയവാസമാണ്, എന്ത് മോശപ്പെട്ട കാര്യമാണ് ഈ ചെയ്യുന്നത്. അത്ര അന്തസ്സുള്ളവർ ആ സ്ഥലവും വീടും തിരിച്ചെഴുതി കൊടുക്കണം. പറ്റുമോ? അതാണ് ചെയ്യേണ്ടത്. അവിടെ കിടന്നുകൊണ്ട് തന്നെ മലർന്നിറങ്ങുന്ന തുപ്പാണ്. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അതുണ്ടാക്കി കൊടുത്തവരുടെ നെഞ്ചത്തോട് മേയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ടാവും. കാരണം ആ ഒരു മനുഷ്യൻ്റെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നുപോയി. ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അയാൾ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലി എല്ലാം ഇതിൽ എഫക്റ്റഡ് ആവുകയാണ്. ഇത് രേണുവിന് അറിയേണ്ട ആവശ്യമില്ല. രേണുവിന് വെച്ചിട്ട് കയറി പോയാൽ മതി. രേണു കയറി പോകുന്ന സമയത്ത് താഴേക്ക് ചവിട്ടിയിടുന്ന ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അത് രേണുവിനെ സഹായിച്ചതിൻ്റെ പേരിൽ. ആ പള്ളിയിൽ അച്ഛൻ കുറേ ചീത്തപ്പേര് കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇദ്ദേഹം, അങ്ങനെ എത്രയോ പേര്. ശാരികയോട് പറയാനുള്ളത്, ഒരല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്.
ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തിട്ട് രേണുദാ ഞാൻ എന്താ വീട് പണി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് പറ, ഞങ്ങൾ അംഗീകരിക്കാം. സോ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.